ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട യാക്കോബ് പറമ്പാച്ചൻ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് പ്രത്യേകാൽ നമ്മുടെ ഇടവക ആദരിക്കുന്ന പ്രതിഭാശാലിയായിരിക്കുന്ന ഡോക്ടർ എം ഇ ഡാനിയൽ, ഈ ഇടവകയുടെ കൈക്കാരൻ, സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരീ സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഞാൻ ദീർഘമായ ഒരു മറുപടി പ്രസംഗം ചെയ്യാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. ഈ ഇടവക എൻ്റെ ഒരു സ്വന്തം ഇടവക പോലെയുള്ള ഒരനുഭവമാണ് എനിക്ക് ഇപ്പോഴുള്ളതും നേരത്തെ ഉണ്ടായിരുന്നതും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു വീട്ടുകാരൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പ്രത്യേക ഔപചാരിക സ്വീകരണത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഒരു സഭയുടെ ഒരു പരമ്പരാഗതമായ ചടങ്ങെന്നുള്ള നിലയിൽ ഇങ്ങനെ സംഘടിപ്പിച്ചതിൽ പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ ഈ സന്ദർഭം ഏറ്റവും അധികം സന്തോഷിക്കാൻ ഇടയാകുന്നത് ഡോക്ടർ എം ഇ ഡാനിയലിനെ കാണുവാനും പരിചയപ്പെടുവാനും ഉള്ള ഒരു അവസരവും കൂടിയായിട്ടാണ്. ഞാൻ ഡോക്ടറുടെ പേര് ആദ്യം കേൾക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ സുന്നഹദോസിൽ വെച്ചാണ്. സുന്നഹദോസിലെ മിക്കവാറും പല കാര്യങ്ങളും സംസാരിക്കുന്നതിനിടയിൽ ഡോക്ടർ എം ഇ ഡാനിയൽ ഫ്രം CMC വെല്ലൂർ, ഈ പേര് പലതവണ ഉച്ചരിക്കപ്പെട്ടിട്ടുണ്ട്. പിതാക്കന്മാരെല്ലാവരും തന്നെ അങ്ങനെ ഉച്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരും അവിടെ ഉച്ചരിച്ചിട്ടുണ്ട്. ഈ മാവേലിക്കര എന്ന് പറയുന്നത് പ്രതിഭാശാലികളായ അനേക വ്യക്തിത്വങ്ങളുടെ ഒരു വലിയ കൂടാരമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഡോക്ടർ PC അലക്സാണ്ടർ, CM സ്റ്റീഫൻ, വളരെ പ്രതിഭാശാലികൾ ജനിച്ച് വളർന്നൊരു മണ്ണാണ് മാവേലിക്കര. സഭയുടെ ചരിത്രം പരിശോധിച്ചാലും മാവേലിക്കര ഒരു അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഒരു 10 വർഷം മുൻപ് എൻ്റെ കാറ് ഓടിക്കുന്ന ചെറുപ്പക്കാരൻ ശ്രീമാൻ ബേബി, ആ ചെറുപ്പക്കാരന് ഒരു ഡിസ്ക് പ്രോബ്ലം ഉണ്ടായി. സാധാരണ ഉടനെ തന്നെ ഏറ്റവും അവൈലബിൾ ട്രീറ്റ്മെൻ്റ് എന്നുള്ള നിലയിൽ കുന്നംകുളത്തുള്ള റോയൽ ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സർജനെ കാണിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇത് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത് ഞാൻ ചികിത്സിച്ചാൽ ശരിയാകുകയില്ല, പക്ഷേ ഒരു സർജറി ആവശ്യമുണ്ട്, അത് നട്ടെല്ലിനാണ് വേണ്ടിയത്, സ്പൈനൽ കോഡ് വിത്ത് ഡിസ്കാണ്, അതുകൊണ്ട് തൃശ്ശൂര് വളരെ പ്രസിദ്ധനായ ഈ ഒരു ഡോക്ടർ ഞാൻ റെഫർ ചെയ്യാം എന്ന് പറഞ്ഞ് തൃശ്ശൂരെ ഒരു ഡോക്ടർ വർമ്മ, അദ്ദേഹം സ്പൈനൽ കോഡ് ഡിസ്കൊക്കെ ചെയ്യുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇമ്മീഡിയറ്റ് സർജറി, ദർ ഈസ് നോ അതർ വേ ഔട്ട്. ശരി, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ദറ്റ് സർജറി വാസ് ഫെയിലിയർ. തൃശ്ശൂർ അത് സർജറി ചെയ്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടൊന്നും പെയിൻ മാറുന്നില്ല.